ഹലോ, കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറണം എന്നാണല്ലോ പറയാറുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊന്ന് കോലം മാറ്റി നോക്കിയാലോ. അപ്പോൾ ഇത് ചെയ്ത് വന്നപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കും. വേറൊന്നുമല്ല, ജേണലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്, ജേണൽ ബുക്ക് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നമ്മൾ പണ്ട് UP അല്ലെങ്കിൽ ഹൈസ്കൂൾ കാലത്തിൽ പഠിച്ചിരുന്ന കാലത്ത് നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് പറഞ്ഞൊരു പീരീഡ് ഉണ്ടായിരുന്നു. ആ പീരീഡ് നല്ല ഇഷ്ടമായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, പഠിക്കണ്ടല്ലോ, വേറെ ഒന്നല്ല പഠിക്കണ്ടല്ലോ, ഹയർ അതന്നെ. അപ്പോൾ ഈ പീരീഡ്സിൽ ഫസ്റ്റത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ മിസ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. മിസ് ആരാണ്, എന്താണ്, എങ്ങനെയൊക്കെ ഇരുന്നില്ല. രണ്ടാമത്തെ ക്ലാസ്സിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ പറയും. അതിൽ ഒന്നായിരിക്കും ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂസ് പേപ്പറിന് പകരം ഫയൽ പേപ്പറാണ് യൂസ് ചെയ്യണത് കേട്ടോ. അവനവിടെ 10 ഫയൽ പേപ്പർ എടുത്തിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യുക, നടുമടക്കുക, ഗമ്മ് വെച്ചിട്ട് ബൈൻഡ് ചെയ്യുക കേട്ടോ. പക്ഷേ വർക്ക് എക്സ്പീരിയൻസിന് ക്ലാസ്സിൽ എനിക്ക് ഓർമ്മയുള്ളത് സൂചി വെച്ചിട്ട് ഓട്ടി ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയായിരുന്നു. നൂല് കൊണ്ട് തുന്നുക, അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടിയായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്ത് ഫെവിക്കോൾ വെച്ചിട്ട് ലോണ്ടറി ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് സെക്യൂർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് ബൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത പരിപാടി ഇതിനെ ചട്ട സെറ്റാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള കുറച്ച് കട്ടി കൂടിയ കാർഡ്ബോർഡാണ്. കട്ടിയില്ലാത്തതായിരിക്കും ഏറ്റവും ബെറ്റർ, പക്ഷേ കട്ടിയുള്ളതായാൽ ഒന്നും കൂടി സെക്യൂർഡായി. ഓക്കെ, അപ്പോൾ എന്തായി, നമ്മുടെ ചട്ടയും കൂടി വന്നപ്പോൾ നമ്മുടെ ബൈൻഡിങ് ഓൾമോസ്റ്റ് പകുതി കഴിഞ്ഞു. ചട്ട ഇല്ലാതെ തന്നെ ഇതിങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ചട്ട എന്തായിരുന്നാണ് കുറച്ചും കൂടി സെക്യൂർഡായി. അടുത്ത പരിപാടി ഫൈനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡെക്കറേഷനാണ്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റിയെടുക്കുക. ഞാനിവിടെ ഒരു മെയിൽ ബോക്സാണ് വരച്ചിട്ടുള്ളത്. ഇത് മെയിൽ ബോക്സ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി ജേണൽ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, കാലത്തിനനുസരിച്ച് നമുക്ക് കോലം മാറ്റി ഇതിനെ ഡയറിയാക്കി കൺവേർട്ട് ചെയ്യാം. ജേണലാക്കി കൺവേർട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ ഇവിടെ എഴുതി വെക്കാം. ഡയറി ആകുമ്പോൾ എന്താണ്, അതിൻ്റെ മട്ടത്തിന് ഇതുണ്ടല്ലോ, ഇതാകുമ്പോൾ അത് വേണ്ട.